ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കരേറ്റുന്നു. We give praises to God's name. ആരാധനയ്ക്കായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നാം എല്ലാവരെയും സഹായിച്ചല്ലോ. I thank God for allowing us to come together as to worship together this morning. നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടുമ്പം ആരാധന കുറച്ചുകൂടെ നല്ലതാകണം അല്ലേ? As we have better facilities, better equipment, our worship should also reciprocate. ഭയങ്കര തണുത്ത പ്രതികരണമാണ് ആരംഭം തൊട്ട് ഞാൻ കാണുന്നത്. I see that a cold response from the beginning. ഒരിക്കലും ഇല്ലാത്തതുപോലെ ഒരു ഭയങ്കര തണുത്ത പ്രതികരണവും എന്താ ഒരു ഫോർമാലിറ്റിയോടെ ഇങ്ങനെ ഇരുന്നു വരുന്നു പാടുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ അല്ലായിരുന്നല്ലോ. വാട്ട്സ് ഹാപ്പനിങ്? എന്താ സംഭവിക്കുന്നത്? I hope that we don't get into the formalities and our response should be different. അല്പം ട്യൂണിങ്ങിന്റെ കുഴപ്പമുണ്ടല്ലേ? ഹൃദയങ്ങൾ ദൈവവുമായിട്ട് ഒന്ന് ട്യൂൺ ചെയ്ത് ദൈവസന്നിധി നമുക്കിരിക്കാം. Our heart should be in constant communion with the Lord. ദൈവം നമ്മോട് സംസാരിക്കണം, നമ്മെ അനുഗ്രഹിക്കണം, നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കണം. And the Holy Spirit should continue to speak to us, and I pray for the presence of the Lord among us. വർഷിപ്പ് ടീം ഞങ്ങൾക്ക് few minutes കൂടെ എക്സ്ട്രാ തന്നിരുന്നു. The worship team has given us few minutes extra this morning. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പോവുക. So we're going to use that time for the word of God this morning. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായം let us turn our attention to Mark's chapter 5. 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Verses 25 through 34. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെ. Mark's Gospel chapter 5 verses 25 through 34. ആദ്യം ഞാൻ മലയാളത്തിൽ വായിക്കാം, അതിനുശേഷം ബ്രദർ സാം ഇംഗ്ലീഷിൽ വായിക്കും. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആര് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആര് എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. താങ്ക് യു. I'm going to read starting at verse 25 in English. And a woman was there who had been subject to bleeding for 12 years. She had suffered a great deal under the care of many doctors and had spent all she had. Yet instead of getting better, she grew worse. When she heard about Jesus, she came up behind him in the crowd and touched his cloak, because she thought, if I touch his clothes, I would be healed. Immediately her bleeding stopped, and she felt in her body that she was free from her suffering. At once Jesus realized the power had gone out of him. He turned around in the crowd and asked, "Who touched my clothes? You see the people crowding against you," his disciples answered. "Yet you can ask, who touched me?" But Jesus kept looking around to see who had done it. Then the woman, knowing what had happened to her, came and fell at his feet, and trembling with fear, told him the whole truth. He said to her, "Daughter, your faith has healed you. Go in peace and be freed from your suffering." Amen. Amen. നമുക്കെല്ലാം പരിചയമുള്ള വേദഭാഗമാണെന്നറിയാം. This is a very familiar passage to all of us. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാൻ യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമ്മൾ അതിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. In the past few weeks we have been listening the
miracles of Jesus, and we have been talking about different miracles. കർത്താവ് ചെയ്ത അങ്ങനെയുള്ള അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇന്ന് രാവിലെ നമ്മൾ പഠിക്കാൻ So കേൾക്കാൻ പോകുന്നത്. what we read this morning is such a miracle that is happened in the Gospels. A touch of faith meeting with the energy of grace എന്ന് ഞാൻ ഇതിന് ക്യാപ്ഷൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. I am titling that A Touch of Faith Meets with the Energy of Grace. വിശ്വാസത്തിൻ്റെ ഒരു സ്പർശനം കൃപയുടെ ഒരു ശക്തിയുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടൽ അല്ലേ, മീറ്റിംഗ് വിത്ത്. It is a meeting of the grace and the touch of Jesus. വളരെ രസകരമായ പല കാര്യങ്ങൾ ഈ അത്ഭുതത്തിൽ അടങ്ങിയിട്ടുണ്ട്. There are many humorous or familiar things in this parable that in this miracle that we see. ഒന്നാമത് ഒരു വാക്കോ ഒരു പ്രാർത്ഥനയോ ഉരുവിടാതെ നടന്ന അത്ഭുതങ്ങളിൽ ഒന്നായത്. And this is one of the miracles that happened without a request or a prayer. അതിൽ തന്നെ അതൊരു അത്ഭുതമാണ്. And that in itself is a miracle. രണ്ടാമത് ഒരു അത്ഭുതത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്ന ഒരത്ഭുതം കൂടിയായത്. And this is also a miracle that is sandwiched between two other miracles. അതുകൊണ്ട് തന്നെ ഇതിനെ പാരന്തീസിസ് മിറക്കിൾ എന്ന് പറയാറുണ്ട്. And so this is also called a parenthesis miracle. ബ്രാക്കറ്റിനുള്ളിൽ ആക്കിയിരിക്കുന്ന ഒരു അത്ഭുതം. It is something that is contained between two miracles. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം നമുക്കറിയാം. We know the background of those miracles. യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് പോവുകയായിരുന്നു. പള്ളിപ്രമാണിയായിരുന്ന യായിറോസ്. So Jesus was on his way to Jairus' house. അവൻ്റെ ഏക മകൾ അത്യാസന്ന നിലയിലായിട്ട് അവളെ വന്ന് യേശു സൗഖ്യമാക്കണമെന്ന് യേശുവിൻ്റെ മുമ്പിൽ വന്ന് കാൽക്കൽ വീണ് യായിറോസ് അപേക്ഷിക്കുന്നു. So Jairus, the synagogue ruler, requested Jesus to come and heal his little daughter at his house. അങ്ങനെ യായിറോസും ഒരുമിച്ച് അതോടൊപ്പം തന്നെ ബഹുപുരുഷാരം യേശുവിനെയും ശിഷ്യന്മാരെയും ചുറ്റി വളഞ്ഞിരുന്ന പുരുഷാരം ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോകുകയാണ്. So he was going to Jairus' house along with him and all the crowd that was around him. അതിന്റെ മധ്യത്തിലാണ് ഈ സ്ത്രീ യേശുവിന്റെ അടുത്ത് വരുന്നത്. So during that time is in this crowd is where this woman came to Jesus. അപ്പോൾ നമുക്കറിയാം യേശുവിന്റെ അടുത്തേക്ക് ആളുകൾ തിക്കി കൂട്ടി യേശുവിനെ തൊടാനും യേശുവിനെ കാണാനും യേശുവിനെ കേൾക്കാനും ഒക്കെ ആയിട്ട് അവനിൽ നിന്നുള്ള അത്ഭുതങ്ങൾ പ്രാപിക്കാനും ഒക്കെ ആയിട്ട് വളരെ ആശയോടെ ആവേശത്തോടെ അവനെ പിന്തുടരുന്ന വലിയൊരു കൂട്ടമുണ്ട്. So there is a great crowd that is following Jesus to get healed from him, to get his attention, to touch him and to get his attention as they were traveling. അതിന്റെ മധ്യത്തിൽ വരുന്ന ഒരു സ്ത്രീയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So we see a lonely woman who among that crowd was with Jesus. അങ്ങനെ വലിയൊരു അത്ഭുതം ആ സ്ത്രീക്ക് അന്ന് സംഭവിക്കുവാനിടയായി. So that woman was able to get a great miracle in her life that day. ചില വാക്കുകളിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാമെന്ന് പഠിക്കാൻ സമയം. So let us analyze that in few words. ഒന്നാമത് ഈ സ്ത്രീയുടെ ഡിസീസ്, അവളുടെ രോഗം. What was the disease of this woman? എന്താണ് അതിന്റെ പ്രത്യേകത? So what was the significance of her disease? രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ. And she had an issue of bleeding. അപ്പം ഈ രക്തസ്രാവമുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ സെറിമോണിയലി ഷീ വാസ് അൺക്ലീൻ. അവള് ആചാരപരമായിട്ട് അവൾ അശുദ്ധിയായിരുന്നു. According to the Old Testament law, a woman who had a bleeding of issue was ceremonially unclean. അവൾക്ക് ഒന്നിനെയും അവൾ എന്തിനെങ്കിലും തൊട്ടാൽ അത് അശുദ്ധമായി തീരും. If this woman touched anything, that would become unclean. അവളുടെ കുടുംബത്തിലുള്ള ആളിനെ പോലും ആണെങ്കിലും അവൾ തൊടുന്നുവെങ്കിൽ ആ വ്യക്തി അശുദ്ധനായി തീരും. Even if she touched a family member, that family member immediately become unclean. അങ്ങനെയുള്ള വ്യക്തികൾ പിന്നീട് ശുദ്ധരാകണമെങ്കിൽ അവർക്ക് ആചാരമര്യാദ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞേ പറ്റൂ. So according to the Old Testament law, those people to become clean, they have to go through a ceremonial process. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ വന്നു സൗഖ്യം പ്രാപിച്ചു പോയെന്ന് പറയുന്നതല്ല. So ordinarily we think a woman who had an issue
of blood. That's what we ordinarily see that when we read this. എന്നാൽ അവൾ ആയിരുന്ന ആ സാഹചര്യത്തിന്റെ ഗുരുതരാവസ്ഥ നമുക്ക് ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകും. We often don't understand the significance and the seriousness of her situation. എല്ലാവരും അവളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ This പറ്റും. is a woman that nobody want any part of or any relationship or touch. കാരണം ആരെങ്കിലും അവൾ തൊട്ടാൽ അവർ അശുദ്ധരായിത്തീരും. Because if she touch or come in contact with anyone, they become unclean. പിന്നെ ആടിനെയും പ്രാവിനെയും ഒക്കെ കൊണ്ടുവന്ന് യാഗം കഴിച്ച് അല്ലെങ്കിൽ ആചാര മര്യാദയൊക്കെ ചെയ്തല്ലേ അവർ So ശുദ്ധരാകും. then those people have to bring doves or animals to sacrifice to become clean. അപ്പോൾ ഇവൾ ഒരു രോഗിയാണെന്ന് മാത്രമല്ല, ആ രോഗം നിമിത്തം എല്ലാവരും അവളിൽ നിന്ന് മാറി മാറി നിൽക്കുവാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ്. Not only that this woman was a sick woman, but people around her really abhorred her and did not want anything to do with her. രണ്ടാമത് അവളുടെ രോഗം എന്ന് പറയുന്നത് ലൈഫ് ത്രെറ്റനിങ് ആയിരുന്നു. So also we understand secondly her seriousness or sickness was life threatening. 12 വർഷമായിട്ട് സംവത്സരമായിട്ട് ഈ രോഗത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. This is a woman who has been dealing with this issue of bleeding for 12 years. ഓരോ ദിവസവും കഴിയുന്തോറും അവൾ ബലഹീന ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. And day by day she is getting weaker and weaker. ആ ശാരീരികാവസ്ഥയെ നമുക്കൊന്ന് സങ്കല്പിക്കുവാൻ So കഴിയും. let us imagine her physical condition. ഇപ്പൊ വെറും ബോൺ ആൻഡ് സ്കിൻ എന്ന് നമ്മൾ പറയാറില്ലേ? We can say somebody was a bone and skins. 12 വർഷമായിട്ട് ഈ രോഗത്തിൽ കൂടെ കടന്നു So പോകുന്നു. 12 years she's been going through the same problem. ശരീരം ആകെ മെലിഞ്ഞ് വളരെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ. We can imagine she may be physically weak and lost all her strength. മൂന്നാമത് അവൾക്ക് പുറത്തോട്ട് ഇറങ്ങി വരാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. So the third thing, she did not have the freedom to come out of her home. സൊസൈറ്റിയിൽ ഇടപഴകുവാൻ അവൾക്ക് കഴിയുകയില്ല. She did not have the authority or the ability to mingle with the society. ആരോടും സംസാരിക്കുവാനോ അടുത്തു പോകുവാനോ അവൾക്ക് കഴിയുകയില്ല. She was not able to go close to people or talk to them. അപ്പോൾ ഡെഫിനറ്റ്ലി ആരെയും തൊടാൻ അവൾക്ക് പറ്റത്തില്ല. So definitely she was not able to come in contact with anyone. എത്ര പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരു What സ്ത്രീ. a such a difficult situation this woman is going through. അവൾ തീർത്തും പരവശയായെന്ന് എഴുതിയിരിക്കുന്നു. So she says she was really desperate. അങ്ങനെയുള്ള രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയെ. And we see a woman with such a horrible disease. അവളാണ് യേശുവിന്റെ അടുത്ത് വരുന്നത്. She is the one coming to Jesus. ഒരുപക്ഷെ ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും അനേക വർഷങ്ങളായിട്ട് സഹിച്ച് മടുത്ത പ്രയാസപ്പെട്ട പല കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിൽ കണ്ടേക്കാം. Maybe you are sitting here this morning with the difficulties like this. For many years you have been asking and you have been praying for. ഈ സ്ത്രീ കടന്നുപോയതുപോലെ മറ്റാരും കരുതുവാനില്ലാത്ത, എല്ലാവരും മാറ്റി നിർത്തുന്ന, സ്നേഹിക്കുവാൻ ആരുമില്ലാത്ത, എല്ലാവരും മിടക്കെന്ന് പറയുന്ന ഒക്കെയുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു You പോകുന്നു. may be going through a difficult situation like this. There is no one to care for. There is no one to help you. Maybe you are in a helpless situation. ആരും കരുതുവാനില്ലാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു. Maybe somebody is going through a helpless situation where there is no one to help. ശാരീരിക രോഗമാകണമെന്ന് നിർബന്ധമില്ല. It's not necessarily that you're going through a physical ailment. അത് മാനസികമാകാം, അത് സാമൂഹ്യപരമായിട്ടുള്ളതാകാം. It could be a social issue or a mental issue or emotional issue. ഒരുപക്ഷെ അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും, If there is anyone sitting here going through such a problem, അതിൽ കൂടെ പോകുന്നവർക്കും ആശയ്ക്ക് വകയുണ്ടെന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ so ദൈവവചനം. this miracle itself is showing that there is hope for such a person. ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, Regardless of what situation you're going through, യേശുവിന്റെ അടുത്ത് അതിന് പരിഹാരമുണ്ട് എന്നുള്ളതിന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു ഭാഗമായി. this is a portion that gives us assurance there is solution. There is a healing in the presence of Jesus. അതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് So ദൈവസന്നിധിയിലായിരിക്കാം. because of that, let us rejoice and praise God for that. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയും നമ്മുടെ വേദനകളെയും ഒക്കെ നമുക്ക് മറക്കാം. We can forget about our condition, our situation, or what we're going through. എന്തു നല്ലോർ സഖി യേശു പാപ ദുഃഖം വഹിക്കും. We know that famous hymn, what a friend we have in Jesus. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിയിടുമ്പോൾ താൻ കേൾക്കും. Every burden, every problem that when we take it to Jesus, he will answer us. ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം, രക്ഷകനല്ലോ സങ്കേതം പൊയ്ച്ചൊല്ലേശുവോടെല്ലാം. We have a blessed Savior who hears our prayers. Any burden, any problem that we have, take it to Jesus.
ലോക മനുഷ്യർക്ക് അവരുടെ കഷ്ടങ്ങളിൽ ആശ്രയിപ്പാൻ ഒരിടമില്ല. The worldly people do not have a place to go when they go deal with problems. നമുക്കും കഷ്ടങ്ങളുണ്ട്. We also have suffering. പക്ഷേ ആ കഷ്ടങ്ങളിൽ ആശ്രയിപ്പാൻ ഒരിടമുണ്ട്. But when we suffer, we have a place that we can go to. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന് മഹത്വം കരേറ്റുന്നത്. That is why we give praises to God. അതുകൊണ്ടാണ് കഷ്ടങ്ങളിൽ നമ്മൾ തകർന്നു പോകാനിടയാകാതിരിക്കുന്നത്. That is why we are not able to be destroyed in our suffering. അതുകൊണ്ടാണ് കഷ്ടങ്ങൾ നമ്മെ പണിതെടുക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. That is why we say that the suffering is building us up. ഇന്ന് രാവിലെയും ആ ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിലായി sit in the presence of God with that assurance this morning. ഇവളുടെ അസുഖത്തെക്കുറിച്ച് മാത്രമല്ല നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, Not only about her sickness, but there is something else reminds us of her. അവളുടെ ഈ രോഗം എത്ര നാൾ ദൈർഘ്യമുള്ളതായിരുന്നു. How long was she suffering from this sickness? 12 നീണ്ട സംവത്സരങ്ങൾ. Long 12 years. യായിറോസിന്റെ മകൾക്ക് എത്ര പ്രായം ഉണ്ടായിരുന്നു? How old was the daughter of Jairus? 12 വർഷം. She was also 12 years old. ഈ 12 വർഷം കണ്ണുകളുടെ ആനന്ദമായിരുന്നതാണ് യായിറോസിന്റെ മോള്. Jairus' daughter was a beloved daughter for him for 12 years. അവള് പെട്ടെന്ന് രോഗിയായി അത്യാസന്ന നിലയിലായി. This daughter became ill all of a sudden. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഡ്യൂറേഷൻ വെച്ച് നോക്കുമ്പോൾ ചുരുങ്ങിയ നിമിഷങ്ങളായിട്ടുള്ളൂ ആ കുഞ്ഞിന്റെ അസുഖമുണ്ടായത്. So if you consider the duration of Jairus' daughter, that was something happened immediately. എന്നാൽ ഈ സ്ത്രീ അങ്ങനെയല്ല. But this woman was not like that. 12 സംവത്സരമായിട്ട് അവളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗമാണ്. A woman who had an issue of blood for 12 years, as long as this child was living. അത് അവളുടെ ശരീരത്തിൽ നിന്ന് അവളുടെ ശരീരത്തിന്റെ ശേഷിയെല്ലാം കാർന്ന് തിന്ന് എടുത്തു കളയുന്ന ഇല്ലാതാക്കുന്ന രോഗമായിരുന്നു. All the energy and the efforts of her life was being stolen from her because of this sickness. ഈ രോഗത്തിൽ നിന്നുള്ള ഒരു ശമനം, സൗഖ്യം അതിങ്ങനെ മാറി മാറി പോവുകയായിരുന്നു. And so this healing from her body was escaping her all this time. ഞാൻ ഇതെല്ലാം പറയുന്ന ഈ രോഗത്തിന്റെ ഭീകരാവസ്ഥ നമ്മുടെ മനസ്സിലൊന്ന് വരാനായിട്ട്. I am saying all this background so you understand the seriousness of her sickness. എത്ര ഭീകരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കർത്താവ് അവളെ വിടുവിച്ചത്. So God delivered her from such a serious illness. അപ്പോൾ ഒന്നാമത് അവളുടെ രോഗം തന്നെ എത്ര ഭീകരമായിരുന്നു. And first of all, her sickness itself was a very difficult one. രണ്ട്, അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ കാലദൈർഘ്യം എന്ന് പറയുന്ന പിന്നെയും വേദനിപ്പിക്കുന്നതായിരുന്നു. Also this sickness also bothered her, and for her long 12 years. മൂന്നാമത് അതിനൊരു ക്യൂർ എന്ന് പറയുന്നതിനുള്ള അന്വേഷണം, that was a fruitless search. And she was searching for a cure for her sickness effortlessly and for many years. അവിടെ എഴുതിയിരിക്കുന്ന വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് സുവിശേഷകൻ. And the gospel writer very clearly says that 12 സംവത്സരമായിട്ട് രക്തസ്രാവമുണ്ട്. She had a bleeding issue for 12 years. പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു. She suffered a great deal among many doctors. തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചു. And she spent all she had. ഒട്ടും ഭേദം വന്നിട്ടില്ല. But she had it was not getting any better. എന്നാൽ അവൾ ഏറ്റവും പരവശയായി തീർന്നിരിക്കുന്നു. So she has become weary because of that situation. Most hopeless situation. This is the most hopeless situation anybody ആരുടെയും ആശ നഷ്ടപ്പെടും. Anybody can lose their hope in this situation. നമ്മളിൽ ആരെങ്കിലും പറയുമോ ഇന്ന് രാവിലെ, if any of you would say that, എന്തൊക്കെ വന്നാലും ഞാൻ കുലുങ്ങുകയില്ല, regardless of what happens to me, I will not be shaken? അതെല്ലാം നമ്മൾ വെറുതെ പറയുന്നതാ. We say that often, but നിസ്സാര പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കുലുങ്ങി പോകാറുണ്ട്. even in simple matters we often are shaken. എന്നാൽ ഈ സ്ത്രീയുടെ അവസ്ഥ വളരെ വ്യക്തമായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. But this woman's problem is illustrated very clearly. 12 സംവത്സരമായിട്ടുള്ള രോഗം, something that lasted 12 years. പല വൈദ്യന്മാരും ചികിത്സിച്ചു. Many doctors had treated her. ഏറിയോന്ന് സഹിച്ചു. And she suffered quite a bit. രോഗനിമിത്തം ശമിക്കുക മാത്രമല്ല, not only she suffered because of her disease, ചികിത്സ നിമിത്തവും സഹിച്ചു. also because of her treatment she suffered. വൈദ്യന്മാരാലും സഹിച്ചു. And she also suffered because of the doctors. ഈ രോഗത്തിന്റെ ചികിത്സ നിമിത്തമായിട്ട് ഉള്ളത് മുഴുവൻ ചിലവഴിച്ചു. And she spent all she had to treat her disease. സാമ്പത്തികമായ നന്മകൾ എല്ലാം തീർന്നുപോയി. all the material blessings are now getting evaporating. ഏറിയോന്ന് സഹിച്ച് എല്ലാം ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ, after she has gone through all this, she is still dealing with the issue of bleeding.
ഭേദം വന്നില്ലെന്ന് മാത്രമല്ല, Not only she was bleeding. കറന്റ് സ്റ്റാറ്റസ് എന്തുവാ? What is her current status? ഏറ്റവും പരവശയായി തീർന്നു. She grew worse, it says in the word of God. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Amen. എത്ര ദയനീയമായ ഒരു സാഹചര്യം What അല്ലേ? a pity condition or what a situation she is in. ഒരുപക്ഷെ സമൂഹം അവളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള കൺസേണും ഉണ്ടായി കാണത്തില്ല. Maybe the society had no concern towards her. അവളുടെ കുടുംബം തന്നെ പറഞ്ഞു കാണണം, ഇത് റൈറ്റ് ഓഫ് ചെയ്തതാ, എഴുതി തള്ളിയതാ. Her family members may have written her off. ഇതിനൊരു മാറ്റം ഉണ്ടാകില്ലെന്നൊക്കെ അവരൊക്കെ പറഞ്ഞു കാണും. They may have said that nothing will change with her situation. ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ. And she grew worse and in her situation. ഏറിയോന്ന് സഹിച്ചു മടുത്ത ഒരു സ്ത്രീ. This is a woman who has suffered a great deal. അനേക വൈദ്യന്മാരാൽ ചികിത്സിക്കപ്പെട്ട ഒരു സ്ത്രീ. The woman who was being treated by many doctors. അവളുടെ ഉള്ളിലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായി. But even though she had a determination in her heart, ഈ വലിയ വേദനയുടെ മധ്യത്തില്, even this great suffering she is going through, അവളുടെ ഉള്ളിലൊരു ഡിറ്റർമിനേഷൻ, വലിയൊരു തീരുമാനം. There was a determination, a decision in her mind. അനേകരെ കഷ്ടങ്ങളില് കർത്താവിൽ നിന്ന് അകന്നു പോകാറുണ്ട്. Many people go away from the Lord in their suffering. കാരണം അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട്, Because they are not able to understand the concept. കർത്താവിന്റെ ശക്തിയെ തിരിച്ചറിയാത്തതുകൊണ്ട്, They are not able to recognize the power of God. ഈ സ്ത്രീക്ക് അങ്ങനെ ദൈവത്തെ തള്ളി പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും So ഉണ്ടായിരുന്നു. this woman herself had all the opportunity to reject the Lord. ഇയ്യോബ് കഷ്ടതയിൽ കൂടെ പോയപ്പോൾ ഇയ്യോബിന്റെ ഭാര്യ വന്ന് പറഞ്ഞു. And when Job was going through his suffering, his wife came to him. അവന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ വിങ്ങുന്ന പരുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. And he had all this these bruises or this suffering from head to toe. അവൻ ചാരത്തിൽ ഇരുന്ന് തന്നെ ഒരു ഓട്ടിൻ കഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. He was sitting in the ashes and scratching himself with a clay pot. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയല്ലേ? What a situation he was in. 10 മക്കളും അപകടത്തിൽപ്പെട്ട് മരിച്ചു. All his 10 children died in one accident. സമ്പത്ത് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. All the wealth was gone. മൃഗസമ്പത്തുകളെല്ലാം ഇല്ലാതെയായി. All his animal wealth was gone in one instant. തന്റെ തന്നെ ആരോഗ്യമെല്ലാം ഇല്ലാതെയായി. And all his health was deteriorated. ചാരത്തിലിരുന്ന് ചുരണ്ടിക്കൊണ്ടിരിക്കുക. And he is scratching himself sitting in the ashes. ആ സാഹചര്യത്തിൽ നമ്മൾ ആരും പോയിട്ടില്ലല്ലോ. None of us have gone to that situation. അപ്പോഴാണ് അവന്റെ ഭാര്യ പോലും എന്ന് പറയുന്നത്, At that time his wife comes to him and said, നീ ഇനിയും നിന്റെ ദൈവവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? His wife says, why are you holding on to your God? You should reject him. നിന്റെ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചുകൊള്ളുക. So die and reject your God. അത് മനുഷ്യന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. And that is an attitude of human beings. അല്ലേ? കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ, When we go through suffering and difficulties. അപ്പൊ ഈ ഭർത്താവിനോട് ഭാര്യ പറയുന്നത് ഇങ്ങനെ പോലുമല്ല, ആകട്ടെ ഈ കഷ്ടതയിൽ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നല്ല. And his wife was now coming and consoling him in that conversation. പക്ഷേ നീ മരിച്ചു പോകണം എന്ന് മരിച്ചോളുക എന്ന് മാത്രമല്ല പറയുന്നത്. And she is saying not only that you should die, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചുകൊള്ളുക. and she said that you must reject your God and die. അതാ നമ്മൾ പലപ്പോഴും ലോക മനുഷ്യരിലും മറ്റനേകരിലും ദൈവമനുഷ്യരെന്ന് പറയുന്നവരിലും കാണുന്ന ഒരു പ്രതികരണം. And that is the response that we often see even among Christians as well as the worldly people. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം നിങ്ങളോട് പറയാം. I want to give you something this morning. നമ്മുടെ കഷ്ടങ്ങളെക്കാൾ ഇമ്പോർട്ടന്റ് ആണ് കഷ്ടങ്ങളിലുള്ള പ്രതികരണം എന്ന് പറയുന്നത്. Our response to our suffering is more important than our suffering itself. കഷ്ടങ്ങൾ കൂടിയാലും കുറഞ്ഞാലും, Regardless of our sufferings increase or lessen, പ്രതികരണം ശരിയല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. if our response is not the right response, then it is useless. കേട്ടോ നിങ്ങളെ? Did you understand what I'm trying to say? ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. നമ്മൾ കഷ്ടങ്ങൾ എത്ര പെരുകിയാലും നമ്മുടെ റെസ്പോൺസ് ശരിയല്ലെങ്കിൽ, Regardless of how big our suffering is, if our response is not accurate, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടത്തേ ഉള്ളൂ. and we will lose our faith. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, Apostle Paul says, ഞങ്ങൾക്ക് സകല വിധത്തിലുള്ള കഷ്ടങ്ങളും പെരുകുന്തോറും, even
when we go through increase and increasing of our suffering, ഈ കഷ്ടങ്ങൾ ഞങ്ങളിൽ ഉണ്ടായി പെരുകുമ്പോഴും even this suffering is ever increasing in our lives, എനിക്കറിയാം ഇതിന്റെ ഉദ്ദേശത്തെ. I know the plan God has. യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കേണ്ടതിന് ഞങ്ങളെ ഈ കഷ്ടത്തിൽ കൂടെ ദൈവം He കടത്തിവിടുകയാണ്. says that we are going through this suffering so we can comfort others who are going through the same suffering. അപ്പൊ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ ത്യജിച്ചു പറയുന്ന ഒരു വിശ്വാസിയല്ല. And a believer who rejects God in their suffering is not a true believer. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുമല്ല വിശ്വാസി. A true believer is not the one who walks away from God. ദൈവത്തെ സംശയിക്കുന്നവരുമല്ല. And a believer is not somebody who doubts God. പക്ഷേ കഷ്ടതയുടെ മധ്യത്തിൽ അതിന്റെ പർപ്പസ് തിരിച്ചറിയുവാനിടയാവുക. A believer is somebody who understands the purpose of suffering in the midst of it. ഇയ്യോബ് അത് പറഞ്ഞു. Job said that. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. Job said to God, I only heard about you, പക്ഷേ God. ഇപ്പോൾ ഞാൻ നിന്നെ എന്റെ കണ്ണാൽ കാണുകയാണ്. But Lord, I see you with my own eyes. എന്റെ ത്വക്കെല്ലാം ഇങ്ങനെ നശിച്ച ശേഷം My skin is all worn out. ഞാൻ ദേഹസഹിതനായിട്ട് നിന്നെ കാണും. I will see you with my own eyes. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. He said, my Redeemer lives, and I know that for sure. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. And I know that he will stand on the dust at the end. മറ്റുള്ളവരല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. Not others, but with my own eyes I will see you, Lord. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളില് And let me ask you what the situation you're going through this morning. പ്രതികരണം എങ്ങനെയിരിക്കുന്നു? How is your response? എങ്ങനെയാണ് ഇന്ന് രാവിലെ പ്രതികരിച്ചത്? How are you responding to God this ഈ morning? കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നുപോയ പ്രയാസങ്ങളുടെ മധ്യത്തില് The suffering that you have been going through in your life recently. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയായിരുന്നോ? Have you lost your faith in God? ദൈവത്തെ ത്യജിച്ചു പറയാൻ ശ്രമിക്കുകയായിരുന്നോ? Are you rejecting God outright? ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കുകയായിരുന്നോ? Are you doubting the love of Jesus? അതോ എല്ലാം അറിയുന്നവനായ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു Or കൊടുക്കുവാനിടയായോ? are you submitting yourself to the all-knowing God? സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ Just like the psalmist says, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. it is good that I am in the suffering. ഇന്ന് രാവിലെ എത്ര പേര് പറയും? How many of you will say that this നമ്മുടെ morning? പ്രതികരണത്തെ കുറിച്ച് തീരുമാനമെടുക്കും. Let us make a decision about our response to God. കഷ്ടങ്ങൾ ഇനിയും വർദ്ധിച്ചേക്കാം. Our suffering may increase. നമ്മൾ രോഗികളായേക്കാം. You may become sick. കിടക്കയിലായേക്കാം. You may be bedridden. സൗഖ്യത്തോടെ നടന്നേക്കാം. You may be healed. ദീർഘായുസോടെ ജീവിച്ചേക്കാം. You may have a long life. ദീർഘായുസ് ഉണ്ടായില്ല എന്നും വന്നേക്കാം. You may have a short life. പ്രതികരണം ഇമ്പോർട്ടന്റ്. But our response is very important. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എല്ലാം സഹിച്ച് ഏറ്റവും പരവശയായി തീർന്ന സ്ത്രീ. This woman had great suffering in her life. അതിന്റെ മധ്യത്തിൽ അവൾക്ക് ഒരു പ്രതികരണം ഉണ്ടായി. But she had a response in the middle of that. ദയാവാനായ കരുണയുള്ളവനായ ഒരുവനെ കുറിച്ച് അവൾ കേട്ടു. She heard about a God who is a merciful, shows mercy to others. അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ഒരുവനെ കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. She heard about a God who healed many lepers. അനേക കാഴ്ചയില്ലാത്തവരെ സൗഖ്യമാക്കിയ ഒരുവനെ കുറിച്ച്. She heard about a person who made the blind see. നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ഒരുവനെ കുറിച്ച്. She heard about the boy, the widow of Nain, and her son was resurrected from death. ബർത്തിമായിയുടെ കണ്ണിന് കാഴ്ച കൊടുത്ത ഒരുവനെ She കുറിച്ച്. heard about Bartimaeus whose eyes were opened. ആർക്കും വേണ്ടാത്തവരെ ചേർത്തണച്ച ഒരുവനെ കുറിച്ച്. She heard about a person who brings people to him that nobody wants. ഹല്ലേലൂയ. Hallelujah. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. How blessed we are. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. How blessed we are. ലോകം എന്തെല്ലാം നമ്മെ കുറിച്ച് പറയുന്നെങ്കിലും, Regardless of what the world say about us, എങ്ങനെയെല്ലാം നമ്മെ മാറ്റി നിർത്തിയിരിക്കുകയാണെങ്കിലും, regardless of how they want to keep distance from us, നമ്മെ സ്നേഹിക്കുന്ന ഒരുവൻ നമുക്കുണ്ടല്ലോ. there is a God who loves us. തീർന്നു പോകാത്ത കരുണയുള്ളവനായ ഒരു A ദൈവം, God who has everlasting mercy. വിശ്വസ്തനായ ഒരുവനെ നമുക്കറിയാമല്ലോ. We know how faithful God. ഹല്ലേലൂയ. Hallelujah. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം So let കരേറ്റാം. us praise God, thinking how blessed we are this morning. പ്രശ്നങ്ങളെ ഓർത്ത് പരവേശപ്പെട്ട് ഇവിടെ ഇരിക്കണ്ട. There is nobody should be thinking about your problems this അതിന്റെ morning. മധ്യത്തിൽ കരുണ കാണിക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട്. There is a God who is able to show you favor among your problems. അപ്പൊ അവള്
ഇവളുടെ പ്രയാസത്തിന്റെ മധ്യത്തിൽ അവനെ കുറിച്ച് കേട്ടു. So among her problems, she heard about Jesus. അനേക രോഗികൾക്ക് സൗഖ്യം വരുത്തിയവൻ, A man who given healing to many. ഞാനും അവനെ ഒന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. I'm going to reach out to him. ഒരു മാർഗവും ഇല്ല. There is no other way. ആരും കണ്ടാൽ അവളെ അനുവദിക്കുകയില്ല. Nobody would allow me to touch him or go to him. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യും. So I'm determined to do. മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാനൊന്നും സാഹചര്യമില്ല. I cannot go in front of him to ask for prayer. അവനെ തൊടാൻ എനിക്ക് അവകാശമില്ല. I have no right to touch him. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യും. I will do one thing. ആരും അറിയാതെ Without anybody knowing. ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു ചെന്ന് Squeezing through this crowd. അവന്റെ വസ്ത്രമെങ്കിലും എനിക്കൊന്ന് തൊടണം. I just want to touch the hem of his garment. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും എനിക്കൊന്ന് I just തൊടണം. want to touch the tip of his garment. ഏറ്റവും പരവശയായ സ്ത്രീയെ, She was going through such a need. ആ ചിത്രം നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്നു. I want you to picture that in your desperation. വലിയ ക്രൗഡ് ഇങ്ങനെ യേശുവിനെ ചുറ്റി തിരഞ്ഞ് അല്ലെങ്കിൽ അവനെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. Jesus was surrounded by this crowd that's pushing and shoving around. പക്ഷെ അതിന്റെ മധ്യത്തിൽ ധൈര്യം എടുത്ത് ഒരു സ്ത്രീ പോവുകയാണ്. Here is the woman who had the boldness to go through and squeeze through. ഒരുപക്ഷെ അത് ആരും നോട്ടീസ് ചെയ്തില്ല. Nobody may have noticed her. അവൾ യേശുവിന്റെ വസ്ത്രത്തെ ഒന്ന് തൊടാനായിട്ട് പോവുകയാണ്. She went to touch the hem of his garment. അവൾ ചെയ്ത് എത്ര ഭീകരമായിട്ടുള്ള ഒരു പാപം അല്ലേ? You know what a horrible sin she had committed. ഒരു ഡയറിംഗ് ആക്ട്, enormity of the crime that she committed. And that was the enormity of the crime she committed because of the Old Testament violation. ഇംഗ്ലീഷിൽ പറയാറുണ്ട് necessity knew no law, knows no law. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വന്നാൽ പിന്നെ നിയമമൊന്നും ആരും വിഷയാക്കത്തില്ല. There is a saying in English that when you have a need that you don't worry about the law that restricts you. ഈ നിയമമെല്ലാം അവള് മറന്നുപോയി. She forgot all the rules. സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ആളുകളുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല, ആരെയും തൊടാൻ പറ്റത്തില്ല. She cannot go into the crowd and she can get out of the house or she can't touch anyone. അവളുടെ ആവശ്യം അവളെ നിർബന്ധിക്കുക. But her need was pressing her. എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. I cannot be quiet in my situation. എനിക്കൊരു സൗഖ്യം കിട്ടിയേ മതിയാകുള്ളൂ. I need a healing in my life. അതുകൊണ്ട് ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം, പ്രയാസം, വേദന അവളെ ഇങ്ങനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. So the need of the hour was pressing on her. അവൾ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. He touched his cloak. വേറെ ആരും കണ്ടില്ല. Nobody knew. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ അവൾ ചെന്ന് യേശുവിന്റെ വസ്ത്രം തൊട്ടു. So through that crowd she went to touch his garment. യേശുവിനോടൊന്നും പറയാൻ പറ്റത്തില്ല. She cannot say anything to Jesus. മുമ്പിൽ ചെന്ന് പറയാൻ പറ്റത്തില്ല. She cannot go in front of him and make a request. സമൂഹത്തിൽ ഇറങ്ങാൻ അവൾക്ക് അനുവാദമില്ല. She cannot go into the community and ആരെയും തൊട്ടെന്ന് പറയാനും പറ്റത്തില്ല, തൊടാൻ പറയാനും പറ്റത്തില്ല. She cannot touch anyone or ask somebody to touch her. പക്ഷേ അവളുടെ ഉള്ളിലെ വിശ്വാസം നോക്കിക്കേ. But look at her faith that is inside of her. അതുകൊണ്ട് എന്റെ സാഹചര്യത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് Even in the middle of my problem, എനിക്കിതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. this is all I can do. എനിക്ക് അവന്റെ വസ്ത്രത്തിന്റെ അറ്റമൊന്ന്, അഗ്രമൊന്ന് തൊടാം. I want to touch the edge of his garment. അപ്പൊ എനിക്ക് സൗഖ്യം വരും. Then I will be healed. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പോകുന്നല്ല അവള് പറയുന്നേ. He's not saying that I'm going to try. അവൾ എന്തോ പറയുന്നേ? അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. She says, if I touch his clothes, I will be healed. ഹല്ലേലൂയ. Amen. അവൾ പോകുമ്പോഴെല്ലാം ഒരുപക്ഷെ ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ടാ പോകുന്നത്. She's probably repeating this in her mind as she's going. യേശുവിന്റെ വസ്ത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. If I touch his clothes, I will be healed. അവന്റെ വസ്ത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. If I touch his clothes, I will be healed. വേറെ ആരും കേൾക്കുന്നെങ്കിലും ഇല്ലെങ്കിലും അവൾ ഇത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാ, ആവർത്തിച്ചുകൊണ്ട് പോവുകയാ. Even if nobody else is listening, she's repeating it this. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. If I only touch his clothes, I will be healed. അത് പറഞ്ഞുകൊണ്ട് അവള് കൈ നീട്ടി. And saying that, she reached her hand. അതാ ഈ ഭാഗം നമ്മളോട് പറയുന്നത്. And that is what this passage is telling us. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിനെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ. And the word of God says, seek the Lord when you are able to find him. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ അന്വേഷിക്കുന്നവൻ എന്റെ അടുക്കൽ വരുന്നവന്റെ അടുത്ത് ഞാനും വരും. So the word of God says that those who seek after me, I will find them. എല്ലാ വൈദ്യന്മാരെയും ശ്രമിച്ച് അവൾ പരാജയപ്പെട്ടു. And she has failed by all doctors.
എന്നാൽ ഏറ്റവും വലിയ വൈദ്യൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. But the greatest doctor of all will never fail you. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. അവളുടെ കഷ്ടത അവളെ നിരാശയാക്കുകയല്ലായിരുന്നില്ല, അല്ലെങ്കിൽ ആശാവിഹീനയാക്കുകയല്ലായിരുന്നു. Her suffering was not making her hopeless. ഒരു ശക്തമായ വിശ്വാസം അവളിൽ ജനിപ്പിക്കുവാൻ അത് That മുഖാന്തരമാകും. what created a great faith in her that she wanted to reach out to ഇന്ന് ഞാൻ Jesus. ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം, Let me ask you, in your situation you are going through, അനേകര് ഓരോരുത്തരും ഓരോ വിധത്തിലുള്ള സാഹചര്യത്തിൽ കൂടി ആയിരിക്കാൻ പോകുന്നത്. each one of us may be going through a different situation. അതിന്റെ മധ്യത്തിൽ അത് നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതെയാക്കിയാണോ വിശ്വാസത്തെ So the ബലപ്പെടുത്തുകയാണ്? problem is you're making your faith less or increasing your faith. അവൾ പറഞ്ഞു, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. This woman said, if I touch his cloak, I will be healed. വലിയ ശക്തമായൊരു വിശ്വാസമായിരുന്നു. That was a great faith that we see here. എന്നാൽ ആ വിശ്വാസത്തിന് ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. There is a minor defect for this faith. അത് നമ്മൾ അതുപോലെ സ്വീകരിച്ചാൽ, If you accept it the way it is, അല്ലേ, നമ്മൾ അതിനെ അങ്ങനെ പകർത്താൻ ശ്രമിച്ചാൽ അതിനൊരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട്. there is a small defect if you try to copy this faith. എന്ന് പറഞ്ഞാൽ അത് സം മോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടെങ്കിലേ സൗഖ്യം ഉണ്ടാകത്തുള്ളൂ. We may think that some mode of contact is necessary for us to ഇപ്പൊ be നോർത്ത് ഇന്ത്യയിലൊക്കെ ഗംഗ ഒക്കെ പോയി കാണുന്നവർ അവിടുത്തെ ഗംഗാ ജലം കൊണ്ടുപോകാറുണ്ട്. In North India, we see Hindus go to river Ganges and take the water from the river. അല്ലെ ഇസ്രയേലിൽ പോകുന്നൊരു യോർദാനിലെ വെള്ളം എടുത്തുകൊണ്ടുവന്ന് കുടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. Those who go to Israel, they may come in contact with the water of Jordan or take it home. മെയിൻ ലൈൻ ഡിനോമിനേഷൻസിൽ നമ്മൾ തിരുശേഷിപ്പുകളെ കുറിച്ച്, റെലിക്സിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. Many mainline religions we talk about relics. അപ്പൊ അത് കൊണ്ടുവച്ച് അതിനോട് പ്രാർത്ഥിച്ചാൽ അതിനെ തൊട്ടാൽ സൗഖ്യവും വിടുതലും ഒക്കെ ഉണ്ടാകും. Sometimes people believe if you pray to those relics or touch that relic, they will be healed. അപ്പൊ ഒരുപക്ഷെ ഒരു പരിധി വരെ ഇവളും അങ്ങനെ ചിന്തിച്ച് കാണണം. Maybe she also thought just like that. യേശുവിലുള്ള ശക്തി എന്ന് പറയുന്നത് അതിങ്ങനെ അവന്റെ ഗാർമെന്റിലേക്ക് പോയിട്ട് അല്ല അവന്റെ ബോഡിയിലേക്ക് പോയിട്ട് ബോഡിയിൽ നിന്ന് ഗാർമെന്റിൽ പോയിട്ട് ഗാർമെന്റിൽ നിന്ന് അതിനെ ആര് തൊടുന്നു അവരിലേക്ക് അത് വ്യാപിക്കും. And the healing of Jesus was not transferred from his body to his garment and from the garment to this woman. അപ്പോൾ ചെറിയൊരു ഈ നമ്മുടെ സൗഖ്യവും നമ്മുടെ വിടുതലും ഒക്കെ പറയുന്നത് ചില ഓബ്ജക്ട്സിൽ, ഇങ്ങനെയുള്ള ചില വസ്തുക്കളിൽ അതിനെ അടക്കി വെക്കരുത്. So don't contain your faith or your belief in the garments or some objects. കർത്താവ് വസ്തുക്കളെ ഉപയോഗിച്ചിട്ടുണ്ട്. God has used objects. അല്ലേ, പത്രോസിന്റെ ഒക്കെ നിഴല് തട്ടിയപ്പോൾ ആളുകൾ സൗഖ്യം പ്രാപിച്ചു. Here we see in the scripture that the shadow of Peter fell on a person and he was healed. പൗലോസിന്റെ ഉത്തരീയവും റൂമാലും ഒക്കെ ആളുകളുടെ ദേഹത്ത് വീണപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചു. Paul's kerchief fell on somebody and they were healed. എലീശായുടെ അസ്ഥികളെ തൊട്ടപ്പം മരിച്ച കല്ലറയിൽ വെച്ച് ആൾ In the Old ജീവിച്ചെഴുന്നേറ്റു. Testament we see Elijah's bones were touched and they were healed. മോശയുടെ വടിയിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ We കാണുന്നുണ്ട്. see a miracle being performed by Moses' staff. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് അടിച്ചുകൊണ്ടാണ് എലീശ യോർദാനിൽ ചോദിക്കുന്നത്, ഏലിയാവിന്റെ ദൈവം എവിടെ? So Elisha using Elijah's mantle and splitting the Jordan, we see that in the Old Testament. ദൈവം അതാത് സമയങ്ങളിൽ പല ഓബ്ജക്ട്സിനെയും ഉപയോഗിച്ചിട്ടുണ്ട്. So God has used many objects throughout the scripture in many places. ഓബ്ജക്ട്സ് നമ്മുടെ ആരാധനാ പാത്രങ്ങളാവുകയല്ല. So the objects should not become our focus of worship. അവയെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. But God has used those objects. മരുഭൂമിയിൽ അനേകര് സർപ്പത്താൽ കടിക്കപ്പെട്ട് സർപ്പം കടിച്ച് കൊല്ലപ്പെട്ടപ്പോൾ When the many of the Israelites were killed in the desert by the serpent. ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുവാൻ മോശയ്ക്ക് കൽപ്പനയുണ്ടായി. So Moses was asked to put a bronze serpent in the wilderness. അതിലേക്ക് നോക്കിയാൽ സർപ്പത്തിന്റെ കടിയേറ്റവർ രക്ഷപ്പെടുമായിരുന്നു. So anyone who was bit by the serpent, look at this bronze serpent, they were healed. എന്നാൽ പിന്നീട് ഉയർത്തിയ പിച്ചള സർപ്പം തന്നെ ഒരു ആരാധനാ വസ്തുവായി തീർന്നു. But we see that this bronze serpent became an idol and became a focus of worship later on. അതിന്റെ പേരെന്തായിരുന്നു? What was that?
നെഹുഷ്ടാൻ എന്ന് പേര്. And his name was Nehushtan in the Old അതൊരു ആരാധനയുടെ ഒബ്ജക്റ്റായി മാറി. So that bronze serpent became an object of worship. മോശ ഉയർത്തിയതാന്നും പറഞ്ഞ് അതിനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. So they could not have kept, because Moses raised this bronze serpent. പിന്നീട് അത് നശിപ്പിക്കപ്പെടുകയാണ്. And later on we see that God asked them to destroy that അപ്പം serpent. ദൈവം ഒബ്ജക്ട്സിനെ So ഉപയോഗിക്കുമായിരിക്കും. God uses objects in his പക്ഷേ ആ miracles. ഒബ്ജക്ട്സ് നമ്മുടെ ആരാധനയെ മാത്രമാകരുത്. But that object should not be your focus of worship. ദൈവം നമ്മെ അനുഗ്രഹിക്കുമായിരിക്കും. God may bless us through those ആ objects. അനുഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങരുത്. But don't worship your blessings. ദൈവം തന്നിട്ടുള്ള ഏത് അനുഗ്രഹമാകട്ടെ Regardless of what blessings you have. അതിനെ ആരാധിപ്പാൻ നമുക്കിടയാകരുത്. So don't focus on the blessings and worship those അതാത് blessings. സമയങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന മീൻസ് മാത്രമാ, മാർഗങ്ങൾ മാത്രമാ. Those are means that God uses occasionally to speak to us or give to us. അപ്പൊ ഈ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്ന് അവനെ തൊട്ടു. So this woman came to Jesus and touched him. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ I'm going to തുടങ്ങി. conclude here. I'm going to say something very important. എത്ര ഡിഫക്റ്റ് ഈ ഫെയ്ത്തിന് ഉണ്ടായിരുന്നേലും Regardless of how defective her faith was, യേശു അവളുടെ വിശ്വാസത്തെ ആദരിച്ചു. and Jesus honored her faith. ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ യേശുവിന് അറിയാമായിരുന്നു. Jesus knew all the situation and the ഇനി ആ surroundings. പാവപ്പെട്ട സ്ത്രീയെ അവൾ നിർബന്ധിതയാകാനുള്ള കാരണം യേശുവിന് അറിയാമായിരുന്നു. Jesus knew how difficult, how desperate she was. അതുകൊണ്ട് അവൻ അവളോട് ദയവ കാണിച്ചു. So he felt pity towards this woman. നമ്മുടെ പുറമേയുള്ള ആചരണങ്ങളൊന്നുമല്ല ദൈവം നോക്കുന്നത്. God is not looking at our outward നമ്മുടെ appearance. ഹൃദയത്തിന്റെ നിലയാ ദൈവത്തെ And he നോക്കുന്നത്. looks at our heart's condition. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ അറിയുന്നവനവൻ. He knows our condition and what we are going through. അവൻ ദയ കാണിക്കാതിരിക്കുകയില്ല. He will surely show you mercy. അത്യുന്നതൻ മറന്നുപോയാൽ കഷ്ടകാലമാണ് ദൈവത്തിന്റെ And the മനസ്സിൽ. word of God says, if God യഹോവ forgets you, കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കഷ്ടകാലം തന്നെ. if God shows to forgets to show you mercy, then surely you will be suffering. എന്നാൽ ഗുഡ് തിങ് കർത്താവ് കൃപ കാണിക്കാൻ But it മറക്കുകയില്ല. is a good thing that God will never forget to show you mercy. ഹല്ലേലൂയ. Amen. ഒരിക്കലും കൃപ കാണിപ്പാൻ മറക്കാത്തവൻ, He will never forget to show you mercy. ചതഞ്ഞ ഓടെ ഒടിച്ചു കളയാത്തവൻ, He will never cut off the bruised reed. പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ, And he will never quench the lamp that is smoking. ഈ പാവപ്പെട്ട സ്ത്രീയോടും കരുണ കാണിച്ചു. So even through this poor woman, he showed mercy. അവിടെ എഴുതിയിരിക്കുന്ന ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. And it is written in verse 29, immediately her bleeding സാധാരണ stopped. ഇത് മത്തായി സുവിശേഷത്തിൽ കാണുന്നതാ. We see that in Gospel of Matthew. ക്ഷണത്തിൽ, ഉടനെ, പെട്ടെന്ന് എന്നൊക്കെ മത്തായി സുവിശേഷത്തിൽ. Matthew writes often in immediately, quickly. എന്നാൽ ഇവിടെ മർക്കോസും അത് തന്നെ പറയുക. Mark is also saying the same thing. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. Immediately her bleeding stopped. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവൾ വിശ്വാസത്തോടെ തൊട്ടു. And she touched the hem of his garment with faith. അവളുടെ രക്തസ്രാവം നിന്നു. And her bleeding stopped. അവൾ സൗഖ്യമായി. And she was healed. അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതായിരുന്നു ഈ അത്ഭുതം. This miracle should have ended there. അവൾ തന്റെ ശരീരത്തിൽ താൻ ബാധ ഒഴിഞ്ഞത് അറിഞ്ഞു. And she realized that she was healed. ഒരു പുതിയ ജീവൻ അവൾക്ക് കിട്ടിയത് അവൾ അറിഞ്ഞു. She knew she received a new life. അവൾക്ക് ഭവനത്തിലേക്ക് മടങ്ങാം. She could have gone home. അവൾക്ക് അവളുടെ ജീവിതം തുടരാം. She could continue her life. പക്ഷേ കർത്താവ് അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. There is something Jesus is doing is very important. അത് പറഞ്ഞ് ഞാൻ I അവസാനിപ്പിക്കാം. want to close with that. എങ്ങനെയാ കർത്താവ് പ്രതികരിച്ചു? How did Jesus respond to this? ഇപ്പോ ആ സംസാരം തുടങ്ങുന്നത്. And this is when conversation മുമ്പേ പറഞ്ഞ started. പോലെ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. Up to this point there was no conversation. ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. A lot of people, the crowd were talking. ഒരുപാട് പേര് യേശുവിനെ ഇങ്ങനെ ഞെക്കി ഞെരുക്കുന്നുണ്ട്. A lot of people were pressing against Jesus. പക്ഷെ ഇപ്പോഴാണ് സംസാരം തുടങ്ങുന്നത്. But this is when Jesus is speaking. ആ സംസാരം എങ്ങനെയായിരുന്നു? What was the conversation? കർത്താവ് ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? He asked, who touched my clothes? അത്തിയുടെ കീഴെ ഇരുന്ന നഥനിയേലിനെ കണ്ട കർത്താവ്, Here's a God who saw Nathanael under the fig tree. ഗലീല കടലിലെ മില്യൺസ് ഓഫ് ഫിഷ്, അനേക ദശലക്ഷക്കണക്കിന് മീനുകളുടെ കൂട്ടത്തിൽ 2 ദ്രഹ്മപ്പണവും പിടിച്ച ഒരു ചതുർദ്രഹ്മപ്പണവും കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മീനിനെ അങ്ങ് വെച്ച് കണ്ട കർത്താവ്. Here's a God who sees the fish that was in the sea of millions of fish in the Sea of Galilee. He saw that one fish with a coin in his മനുഷ്യരുടെ ഹൃദയത്തിലെ
മനുഷ്യരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ പോലും എണ്ണി അറിയുവാൻ കഴിവുള്ള കർത്താവ്. Here's a God that we serve who understands even the minute thoughts of your hearts. അവളുടെ സ്പർശനം അറിഞ്ഞു. And he knew her touch. അതിനകത്ത് എന്തോ പ്രത്യേകത? So what is so significant about that? അവനെ തിരക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ആളുകൾ ഞെക്കിക്കൊണ്ടിരിക്കുക. People were pressing against him in the crowd. പക്ഷെ ഇതുവരെ ആരും തൊട്ടില്ല. But nobody has touched him. ഒരുപാട് പേര് ഞെക്കുന്നുണ്ട്. People were crowding around him. പക്ഷെ ആരും തൊട്ടില്ല ഇതുവരെ. But nobody touched him. അതുകൊണ്ട് കർത്താവ് ചോദിച്ചു, So because of that Jesus asked, എന്നെ തൊട്ടതാരാ? Who touched my clothes? ഒരുപാട് പേര് ആരാധനയ്ക്ക് വരുന്നുണ്ട്. Many people are coming to worship. ഒരുപാട് പേര് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. Many people are going through the motions of worship. ഒരുപാട് പേര് കർത്താവിനെ അനുഗമിക്കുന്നെന്ന് പറയുന്നുണ്ട്. Many people are saying that I follow you, Lord. പക്ഷെ തൊടുന്നവർ വളരെ കുറവാണ്. But there's only very few who touches him. വലിയ ആരവാരവും ബഹളവും ഒച്ചപ്പാടും ഒക്കെ എപ്പോഴും ചുറ്റുപാടുമുണ്ട്. We have a lot of noise and hoopla all around us. പക്ഷെ വിശ്വാസത്തോടെ കരം നീട്ടുന്നവർ വളരെ കുറവാണ്. But there are only very few who by faith touches. ഇത്രയും വലിയ ബഹളം ചുറ്റുപാടും നടക്കുമ്പോഴും all this crowded gathering and pressing around him, യേശുവിനൊന്നും തോന്നിയില്ല. He did not feel anything. എന്നാൽ ഒരു സാധുവായ സ്ത്രീ, But a poor woman, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, believing in her heart, ഒരു വാക്കും പറയാതെ, without a word being spoken, അവന്റെ വസ്ത്രം തൊട്ടപ്പം he touched the hem of his garment. അവനത് അറിഞ്ഞു. But he knew. Thank you Jesus. Thank you Jesus. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങൾ അങ്ങനെയൊന്നും ഒരുക്കപ്പെട്ടിരുന്നെങ്കിൽ, I wish our hearts were prepared and broken just like that. ബാഹ്യമോടികളോ ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളോ അല്ല. Not all the superficial things that we see all around ഞാൻ us. വിശ്വസിക്കുന്നു ഇന്ന് രാവിലെയും കർത്താവ് കൊതിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? Even today's morning I believe Jesus is really hoping and desiring us. വിശ്വാസത്തോടെ അവനെ ഒന്ന് തൊടുന്നവരെയാ. And those who are reaching out to touch him by faith. Thank you Jesus. Hallelujah. അതവൻ തിരിച്ചറിയും കേട്ടോ. And he will recognize that. അതവൻ അറിയാതെ പോകുകയില്ല. He will never surely for sure he will ഈ recognize. സ്ത്രീക്ക് വേണമെങ്കിൽ അങ്ങനെ അവളെ പറഞ്ഞു വിടാമായിരുന്നു, അവൾക്ക് പോകാമായിരുന്നു. And this woman could have escaped and gone home. പക്ഷെ യേശു അത് അനുവദിച്ചില്ല. But Jesus did not allow that. യേശു ചോദിക്കുക, എന്നെ തൊട്ടതാര്? Jesus is asking, who touched me? ശിഷ്യന്മാർക്കെല്ലാം അത്ഭുതമായി. And his disciples were confused. ചുറ്റുപാടും ഉണ്ടായിരുന്നവരെല്ലാം പറയുക, And all the people around saying, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുക. and the crowd is crowding around you. അതിന്റെ ഇടയിൽ നീ ചോദിക്കുക, എന്നെ തൊട്ടതാര്? Among that you are asking, who touched me? കർത്താവ് അത് പറഞ്ഞു ഒന്നും ശ്രദ്ധിച്ചില്ല. And Jesus ignored that. അവൻ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക, He kept on asking, എന്നെ തൊട്ടതാരാ? who touched me? എന്നെ തൊട്ടതാരാ? Who touched me? ഈ സ്ത്രീ വിറച്ചും കൊണ്ട് യേശുവിന്റെ മുമ്പിൽ വന്ന് വീഴുക. This woman nervous and falling at his feet. അവൾ സൗഖ്യമായതിലുള്ള സന്തോഷമുണ്ട്. She was rejoicing that she was healed. എന്നാൽ അതോടൊപ്പം തന്നെ അവൾ ചെയ്ത വലിയ അപരാധത്തെ കുറിച്ചുള്ള വലിയ ഭയത്തോടെ വരുന്നത്. But she was very guilty conscious because of the sin that she committed. അവൾ സകലവും യേശുവിനോട് വിവരിച്ചു പറഞ്ഞു. She is explaining everything to Jesus. യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. Jesus said, daughter, your faith has healed you. നീ സമാധാനത്തോടെ പോകാം. Go in peace. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കും. And be freed from your suffering. ഇന്ന് രാവിലെ നമ്മളും ഒരുപക്ഷെ ഒരുപാട് തിക്കിത്തിരക്കുന്നുണ്ട്. Even this morning we may be also crowding. നാളുകളായിട്ട് അവന്റെ ചുറ്റുപാടും ഇങ്ങനെ നമ്മളിങ്ങനെ For നടന്നു. many years we may be crowding around. പക്ഷെ ഇതുവരെ ഒന്ന് തൊട്ടിട്ടുണ്ടോ? But have you ever touched Jesus? ഹൃദയത്തിലുള്ള തീരുമാനത്തോടെ, With a firm decision in your heart. ആവശ്യങ്ങളുടെ വലിയ ആ ഭാരത്തോടെ, With the burden of your need, that have you ever touched Jesus? എപ്പോഴും നിലവിളിച്ച് പ്രാർത്ഥിക്കണമെന്നല്ല. I'm not saying crying out to the Lord all the time. ഹന അങ്ങനെയല്ല പ്രാർത്ഥിച്ചതാണോ? Hannah did not pray like that. അവളുടെ അധരം ചലിച്ചതല്ലാതെ വാക്ക് പുറത്തു Her വന്നില്ല. lips were moving, but nobody could hear anything. അവളുടെ ഹൃദയം തകർന്നതായിരുന്നു. Her hearts were broken. ഒരു വാക്ക് പുറത്തു വന്നില്ലേ പോലും Even though you will not utter any words, സകല ഹൃദയങ്ങളെയും അറിയുന്നവനായ കർത്താവ് our God is a God who knows every heart. ഇന്ന് രാവിലെയും ഇവിടെ ഇരിക്കുന്നവരിൽ നിന്ന് Even this morning from who are sitting here, ഒരു വാക്ക് പോലും പറഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. even though you are not able to utter any words, സകല ഹൃദയങ്ങളെ അറിയുന്നവനായ കർത്താവ്, our
Our God is a God who knows your heart. ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നവനായ He knows കർത്താവ്, every secret of your heart. ജീവിതത്തിന്റെ അവസ്ഥയെ അറിയുന്നവനായ He knows കർത്താവ്, the situation you are in. Hallelujah. അവൻ കേൾക്കാതെ പോകുകയില്ല. He will surely listen to your voice. നിന്റെ സ്പർശനം തിരിച്ചറിയാതെ പോകുകയില്ല. He will definitely know your touch. വിശ്വാസത്തോടെ ഇന്ന് രാവിലെ എത്ര പേര് കരം How നീട്ടും? many of you will raise your hands and believe that this morning? വിശ്വാസത്തോടെ എത്ര പേര് കരം നീട്ടും? How many of you will reach out your hands and ആ touch Jesus this morning? വിശ്വാസത്തോടെ ഞാൻ അവനെ ഒന്ന് തൊടാൻ With പോവുകയായിരുന്നു. my faith, I'm going to touch him this morning. ഹല്ലേലൂയ. Hallelujah. ഞാൻ ചെയ്തു വന്ന കാര്യങ്ങളല്ല, Not the things that I've done in the past. ഒരുപക്ഷെ സാധാരണ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വിപരീതമായിട്ട് Something, an understanding that out of the ordinary common sense. അവനെ ഒന്ന് തൊട്ടാൽ If you touch the Jesus, ഇന്ന് എനിക്ക് സൗഖ്യം വരും, I will be healed. ഇന്ന് എനിക്ക് വിടുതലുണ്ടാകും. I will be delivered. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. In the name of Jesus, that will happen. ഇന്ന് രാവിലെ ചില നിമിഷങ്ങൾ This morning, let us take few നമുക്ക് minutes. കർത്താവിനോട് പ്രാർത്ഥിക്കാം. Let us pray to the Lord. ആ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let us stand with that faith and let us stand on our Hallelujah. feet. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Father. We praise you. ശഖരബ ശന്ദലര. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കട്ടെ. ശബ്ദമുയർത്തി നാവ് തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് സത്യ നമസ്കാരികളെയാ. ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ തൊടുന്നവരെ, ഹൃദയം കൊണ്ട് തൊടുന്നവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമാർത്ഥതയോടെ അവന്റെ സന്നിധിയോട് അടുത്തു വരുന്നവരെയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ അങ്ങനെ ഒരു സ്പർശനം ഉണ്ടാകട്ടെ. Praise you, we praise you. Thank you, Jesus.